പ്രതാപേട്ട? ഏയ് ഇല്ല, എല്ലായിടത്തും തിരക്കി, ഒരു രക്ഷയില്ല. അമ്മേ, ഞാൻ നമ്മുടെ കവലയിലുള്ള തട്ടുകടയിൽ അന്വേഷിച്ചപ്പോ ഒരു വണ്ടി പാഞ്ഞു പോയത് കണ്ടെന്നാ പറഞ്ഞേ. അതിനകത്തായിരിക്കും അവിടെ ആരുടെങ്കിലും കൂടെ പോയിരിക്കുന്നത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഇപ്പൊ തന്നെ പോലീസ് പരാതി കൊടുക്കണം. അയ്യോ, ഞാൻ ആ ഹെഡ് കോൺസ്റ്റബിൾ കുട്ടനെ കണ്ടായിരുന്നു വഴിയിൽ വെച്ചേ. അവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അവൻ അന്വേഷിക്കാന്നാ പറഞ്ഞേ. ഓ, എന്ത് ചെയ്യാനാ, ജോത്സ്യന്റെ പ്രവചനം കാരണം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന. അത് ഇങ്ങനായി തീരുമെന്ന് ആരെങ്കിലും കരുതിയോ? അത് തന്നെയാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഇവിടെ നമ്മളെ കുറ്റപ്പെടുത്തുവാടാ, നമ്മളെ ഏതാണ്ട് ചെയ്തെന്ന്. ഞങ്ങൾ എന്ത് ചെയ്യാനാ മോഹിനി? ആരോ വന്ന് നിന്റെ ജനാലിൽ തട്ടി. നിഴലൊക്കെ കണ്ടത് നിങ്ങളല്ലേ? അതിനിടയ്ക്ക് നമ്മളെല്ലാവരും പുറത്തിറങ്ങി. ജനലിൽ തട്ടിയവനെ അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോ അവളവനൊപ്പം കിട്ടിയ സമയത്ത് പോയി കാണും. ആർക്കൊപ്പം? ആ, അത് അവക്കല്ലേ അറിയുള്ളൂ. എന്റെ പൊന്നു മോഹിനി, നീ ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ നേരം വിളിക്കുമ്പോ അവൾ എവിടുന്നെങ്കിലും ഇങ്ങോട്ട് വരും. അപ്പോഴറിയാം അവൾ എങ്ങോട്ടാ പോയെന്ന്. എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. കണ്ണൻ നാളെ രാവിലെ വിളിക്കുമ്പോ സമാധാനം പറയേണ്ടത് ഞാനാ. എടീ, ആ നേരത്ത് നീ സ്നേഹത്തോടെ പറയണം. എടാ കണ്ണാ, ഒരു പെൺകുട്ടിക്ക് നല്ലൊരു കുടുംബജീവിതം കൊടുക്കാൻ നിനക്ക് കഴിയാത്തത് കൊണ്ട് എന്റെ മോള് നല്ലൊരു കുടുംബജീവിതം തേടിപ്പോയി. അതൊരു നല്ല കാര്യമല്ലേ? അതല്ല സംഭവിക്കാൻ പോകുന്നത്. കണ്ണൻ അറിയാം എന്റെ മോള്. എന്റെ മോളെ മാത്രമല്ല, കണ്ണനെ ചുറ്റുമുള്ളവരെ കണ്ണന് നന്നായിട്ട് തിരിച്ചറിയാം. അതുകൊണ്ട് എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് കണ്ണൻ തന്നെ കണ്ടുപിടിച്ചോളും. പക്ഷെ അതിനു മുൻപ് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എന്റെ പേടി. ഒന്നും സംഭവിക്കത്തില്ല മോഹിനി. കുറച്ച് നാള് കഴിയുമ്പോ നിനക്ക് ചിലപ്പോ ഒരു വിളി വരുമായിരിക്കും. അമ്മേ, ഞാൻ പുതിയൊരു ദാമ്പത്യം തുടങ്ങി. ആ ദാമ്പത്യത്തില് എനിക്ക് വിശേഷം ഉണ്ടെന്നും പറഞ്ഞ. മിണ്ടരുത് നിങ്ങള്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാനൊന്നും പറ്റില്ല. തീക്കൊള്ളി കൊണ്ടാ എല്ലാവരും തല ചൊറിയുന്നത്. ഓർത്തോ? ഇതെല്ലാം കേട്ട് എന്റെ മോള് പേടിക്കല്ലേ. നടക്കാൻ പാടില്ലാത്തൊരു ബന്ധം അച്ഛൻ നടത്തി കൊടുത്തു, അത്രേ ഉള്ളൂ. അത് തെറ്റായിപ്പോയെന്ന് മനസ്സിലായതുകൊണ്ട് ആ ബന്ധം അങ്ങ് അറുത്ത് മാറ്റി. ഇനി അതിന്റെ പേരിൽ ഭൂകമ്പം ഉണ്ടായിരുന്നാലും അതൊക്കെ ഞാൻ പുല്ലുപോലെ നേരിടും മോളെ. ഇവിടുന്ന് പോയപ്പോ അവൾ എന്നോട് പോലും ഒന്നും പറഞ്ഞില്ല. പിന്നെ മേഘേട്ടം വിളിച്ചപ്പോഴാ ഇതിനകത്ത് ചതിയുണ്ടെന്ന് അറിഞ്ഞത്. എടാ, ചതിക്കാൻ വേണ്ടി അല്ലാതെ സ്നേഹിക്കാൻ വേണ്ടി ഇവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവൂ? കരുണയുടെ അമ്മയെ പ്രതാപൻ കല്യാണം കഴിച്ച ശേഷം ഒരിക്കൽ പോലും ആദ്യ മോളെ പ്രതാപനോ അയാളുടെ അമ്മയും സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് അവളെല്ലാം പിടിച്ചടക്കിയ സന്തോഷത്തിലാ അവളുടെ അമ്മയ്ക്കൊപ്പം പോയത്. ഇന്നത്തോടെ അവരമ്മയുടെയും മോളുടെയും സന്തോഷമൊക്കെ കെട്ടടങ്ങിക്കോളും. കരുണയാ, ആ, എടുക്കെടുക്ക്. ഹലോ. കലാശക്കൊട്ട് കഴിഞ്ഞു. ഇനി കരുണാലയത്തിന്ന് ഞാൻ മാത്രമേ ഉണ്ണിയേട്ടന്റെ വീട്ടില് മരുമകളായി കാണും. എനിക്കൊപ്പം അവള് വരില്ല, എവിടെയും വരില്ല. ശരി ഉണ്ണിയേട്ടാ. എന്താ ഏട്ടാ? കലാശക്കൊട്ട് കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ഇനി അവര് ആരുടെ മുന്നിലേക്കും വരില്ല എന്നും പറഞ്ഞു. മതി, അത്രയും മതി നമുക്ക്. കണ്ണില് മുള്ളാണി തറച്ച അവസ്ഥയായിരുന്നു ഇത്രയും ദിവസം. ഇനി അവള് വരില്ല എന്ന് കേട്ടപ്പോ ആകെ ഒരു കുളിര് പോലെ.
നിന്നെയും മേഘേട്ടനെയും തമ്മില് വേർപിരിക്കണമെന്നും പറഞ്ഞ് നടന്നവളാ. ഇപ്പൊ അത് തിരിഞ്ഞു കൊത്തി. ഇന്ന് രാത്രിയിൽ എന്തായാലും നിന്റെ കണ്ണൻ ചേട്ടൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. ഇപ്പോ കൂട്ടുകാരനും ഭാര്യയും കൊടുത്ത സൽക്കാരത്തില് സന്തോഷിച്ചു കിടന്ന് ഉറങ്ങുക. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.